ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു യാത്ര പോവാണ്. കണ്ണൂരിൽ നിന്ന് വടകര തിക്കോടി എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മൾ വയനാട് താമരശ്ശേരി ചുരം വഴി അല്ലേ, നമ്മുടെ താമരശ്ശേരി ചുരമില്ലേ അതുവഴി അവിടുന്ന് നമ്മൾ വയനാട് കറങ്ങി തിരിച്ച് കൊട്ടിയൂർ വഴി മണത്തറ. അപ്പോൾ കൊട്ടിയൂർ ഒരു ക്ഷേത്ര ദർശനമുണ്ട്. കൊട്ടിയൂർ വഴി മണത്തിനെത്തും. കൊട്ടിയൂർ നമ്മൾ പാലുകാച്ചി ചുരമാണ്. മാനന്തവാടിയിൽ നിന്ന് കൊട്ടിയൂർ പോകുന്നത് പാലുകാച്ചി ചുരം വഴിയാണ്. കൊട്ടിയൂരേക്ക് വരും. മണത്തറയിൽ നിന്ന് കണ്ണൂർ, 2 ദിവസത്തെ ചെറിയൊരു ട്രിപ്പ്. അപ്പം പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഇതിൽ ഇപ്പം നമ്മൾ തലശ്ശേരി ടൗൺ എത്താത്തില്ല, മാഹി ടൗൺ എത്താവും. മാഹി കടന്ന് പള്ളി കടന്ന് അവിടെയാണ് ഏകദേശം ഒരു 16 കിലോമീറ്റർ ഏതോ നാട്ടിലെത്തി. ഞാനിപ്പം ഒരു 34 കൊല്ലായി ഇതുവഴി യാത്ര ചെയ്ത്. 34 കൊല്ലം യാത്ര ചെയ്തത്. സിനിമയില് അവരെ ടൗണ് ശങ്കരാടി പറയുന്നുണ്ട്. അടിവാരത്ത് അപ്പൊ നമ്മളെ പപ്പുവിന്റെ താമരശ്ശേരി ചുരം ഇത് തന്നെയാണോ? നമ്മുടെ താമരശ്ശേരി തന്നെ ഇത്. ഇവിടെ പെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ നാട്ടിലൊന്നും പെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയ
ടാപ്പിംഗ് തുടങ്ങി. നല്ല റിസോർട്ടാണ്, പരസ്യമല്ലേ. വയനാട് ഫുള്ള് റിസോർട്ട് തന്നെയാണ്. വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങളെല്ലാം കോഴിക്കോട് ബത്തേരി ബസ്. വയനാട്ടിലാണ് ബത്തേരി കോഴിക്കോട് ബസ്. ബസ്സിലൂടെ ഒന്നും സ്റ്റോപ്പില്ല. ചെറുത്തമ്മിൽ ആൾ താമസം ഉണ്ടോ? എവിടെ സ്റ്റോപ്പ് ഉണ്ടാവും. പിന്നെ കടകളൊക്കെ ഉണ്ടല്ലോ. രണ്ടാം വിളവാണ്. വിളവ് ഇട്ടു പട്ടു. ലെഫ്റ്റ് റൈറ്റ് എല്ലാം വീട് ഉണ്ടായി. കാടല്ലേ, അവരുടെ നാടാണ്. ആരായിട്ട് ബന്ധു? നല്ല മഴക്കാറുള്ളത് കൊണ്ട് ആൾക്കാർ ക്ലൗഡ്സ് മൂടിയിട്ടൊന്നും കാണുന്നില്ല. ഇതാണ് നമ്മളെ കുതിരോട്ടം പപ്പ് പറയാറുള്ള താമരശ്ശേരി ചുരം. നമ്മുടെ താമരശ്ശേരി ചുരം ചിലപ്പോ പിന്നെ തന്നെ അടിച്ചിട്ട് പോകും. അതാണ്ടാ ആ കൊച്ചിനെ പിടിച്ചു വലിക്കുന്നതാണ്ടാ. അതുകൊണ്ട് കുരങ്ങ് വരുമ്പോ അടുത്ത് നിൽക്കണ്ട. വേണോ? ഇത് തന്നെയല്ലേ ആ ചുരം, പപ്പു പറയുന്ന ചുരം, താമരശ്ശേരി ചുരം, നമ്മുടെ താമരശ്ശേരി ചുരം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ താമരശ്ശേരി ചുരത്തിന്റെ മുകളിലുള്ള ഭാഗമാണ്. മുകളിൽ ക്ലൗഡ്സ് കാരണം ക്ലിയർ ഇല്ല. ക്ലൗഡ്സ് കാരണം നമുക്ക് വിഷ്വൽ ക്ലിയർ ഇല്ല. എങ്കിലും വെയിലില്ല. നമ്മളങ്ങനെ മീനങ്ങാടി എത്തി. മീനങ്ങാടിയിൽ നിന്ന് ഇനി നമ്മൾ അമ്പലവയൽ റൂട്ടിലാണ് പോകുന്നത്. അവിടുന്ന് ചീരാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ചീരാലാണ് നമുക്ക് പോകുന്നത്. ഇപ്പം സമയം 5:15. മീനങ്ങാടിയാണുള്ളത്. മീനങ്ങാടിയിൽ നിന്ന് അമ്പലവയൽ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മീനങ്ങാടിയാണുള്ളത്. മീനങ്ങാടി ബോച്ചേന്റെ വണ്ടി കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തി ഒന്ന് ഫോട്ടോ എടുക്കാന്ന് വെച്ചാണ്. National Highway 766 towards St. Mary's Church Road. വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. കച്ചവടമില്ലാന്ന്. ഇതില് ഡയമണ്ടും സിൽവർ ആഭരണങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. അറിയില്ല, അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇവിടെ ആരെയും കാണുന്നില്ല. സാധാരണ സെക്യൂരിറ്റിയിലുള്ള ആരും ഇല്ല ഇവിടെ. ഒരു വലിയൊരു വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മളെ ഇനി എത്തിയിട്ടില്ല. സമയം 6 മണിയായി. രാവിലെ തുടങ്ങിയ ഓട്ടോ. രാവിലെ നമ്മളൊരു 9 മണിക്ക് 9:15 ഓടിയതാണ്.
നമ്മളെ എന്താ പറയാ, വയനാട് സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര വികസനം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, എല്ലാ സ്ഥലത്തും റിസോർട്ടുകളാണ്. ഒരു കംപ്ലീറ്റ് കേരളം മൊത്തം വയനാട്ടിലേക്കുണ്ട്. റിസോർട്ടും വാഹന നമ്മളെ തിരക്കുകളും. മാമന്റെ വീട് താഴെ കുഴിയിലായി പോയി. മാമന്റെ വീടൊന്നല്ല, അത് ശശിയേട്ടൻ അറിയാണ്ട് പറയുന്നതാണ്. എന്റെ മാമന്റെ വീടൊന്നുമല്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വയലുകൾ, വയലുകളുടെ നാട് എന്നാണ് വയനാടിന് വയലുകളുടെ. എനിക്ക് വയലുകളുടെ നാട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ വയലിൽ ഇവര് കഴുകും തെങ്ങും വാഴയും വെച്ചിട്ട് വാഴകളുടെ നാടുണ്ടാക്കി. വയനാട് മുഴുവൻ ഇപ്പൊ റിസോർട്ടുകളാണ്. ഞാൻ റിസോർട്ടുകളാണ്. നമ്മളെ വൈത്തിരി ലക്കിടി ഭാഗങ്ങളിലെ എത്രയോ റിസോർട്ടുകൾ ഒത്തിരി ഡെവലപ്പായി പോയി. നമ്മൾ കണ്ടിരുന്ന നമ്മള് വീട്ടിലെത്തട്ടെ ഇനി ഇടാം. നമ്മൾ എത്ര ഓടിക്കളിച്ച് ഈ തോട്ടിലേക്ക് നമ്മൾ കുളിക്കാൻ വരുക. കുറേ വെക്കേഷൻ ടൈമില് ഇതെല്ലാം നമ്മള് എത്ര ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞാൻ മാത്രം ഞാനും സിന്ധു സുമേഷും. ഞാനും സിന്ധു തന്നെ മെയിൻ ആയിട്ട് വരുക. ഇതൊന്നും ശശിയേട്ടന് ഓർമ്മയില്ലേ? പണ്ട് ഇവിടെ ഒരു മില്ലുണ്ടായിരുന്നു. ഇവിടെ അന്ന് മില്ലിൽ നെല്ല് കുത്താൻ വരുക. ഞാൻ മില്ലൊക്കെ പോയി സന്ദർശനം കണ്ടിട്ട് ഇടത്തോട്ട് പോകണം. 7 മണിയാകും ഞാൻ എത്തും. ഇല്ലേ പണ്ടൊക്കെ ഇല്ലേ ഇവിടുന്ന് ശരിക്കും ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നടന്നിട്ടാ വരുക. ഇപ്പോഴും ബസ്സും. ഹായ് ഗൈസ്, നമ്മള് വയനാട്ടിലായിരുന്നുള്ളത്. ഇപ്പൊ രാത്രി 9 മണിയായി. നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ്, ഒരു ഇളം തണുപ്പ്, ഒറ്റപ്പൊടി ചൂടില്ല. ആ സമയം ഇപ്പം കണ്ണൂരാണെങ്കിൽ വെന്തൊരുവായിരുന്നു. 24 മണിക്കൂർ ഫാൻ ഇട്ടിട്ടാണ്. രാത്രി ഒന്നും ഇരിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ വയനാട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പല്ല, ഒരു ഇളം തണുപ്പ്. ഫാനൊന്നും വേണ്ട, ഫ്രീ ആയിട്ടിരിക്കുക റൂമിലെല്ലാം. പകരം കുറച്ച് ചൂടുണ്ട്. നാട്ടിനാവശ്യം വളരെ സുഖമുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ. ആ മേഡം, എങ്ങനെയുണ്ട് തണുപ്പോ ചൂടോ എങ്ങനെ എന്നാന്ന് അവസ്ഥ? തണുപ്പുണ്ടോ? തണുപ്പൊന്നുമില്ല, പക്ഷേ ചൂടില്ല. ചൂട് തീരെയില്ല, ഒരിളം തീരെയില്ല. തണുപ്പ്. നമ്മള് വെള്ളത്തിന് നല്ല വെള്ളം മേലൊഴിക്കുമ്പോൾ നമുക്ക് നല്ല ഐസ് മാതിരി. കുളിച്ചിറങ്ങാനല്ല, കണ്ണൂരെല്ലാം കുളിച്ചിറങ്ങിയാല് ദേഹത്തെ ചൂട് വേർത്തുവിടുന്നുണ്ട്. അപ്പൊ അതൊന്ന് വേണ്ടടിയിലേക്ക് ഇറങ്ങണല്ലേ, എസിയിലേക്ക് ഇറങ്ങണം. ഇവിടെ അകത്തൊന്നും ഫാനൊന്നും വേണ്ടല്ലേ? ഫാന് വേണ്ട, പുറത്തിരിക്കാൻ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വയനാട്ടിൽ പോകുന്നു. ഓക്കെ, ഒരാഴ്ച ഇവിടെ കണ്ണൂരെ ചെടിയൊക്കെ എന്ത് ചെയ്യുന്നുള്ളതാണ്. ചെടിയായിരിക്കണം നമുക്ക് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നവർക്ക് കൊടുത്തേക്കാം. ശരി എന്നാല്. ഇത് ചുറ്റിനും കാപ്പി ചെടികളാണ്. ഈ ഭാഗത്ത് പണ്ട് പുലി ഉണ്ടായിരുന്നു അല്ലേ? പുലി വന്നിരുന്നു. ഇപ്പൊ നമ്മൾ വെളിയിൽ ഇരിക്കുന്നുണ്ട്, ധൈര്യമായിട്ട് തന്നെ ഇരിക്കുന്നു. പുലി വരുമെന്നറിയില്ല. ആ പുലിനെ പിടിച്ച് ഇനിയിപ്പം ഒരു പുലി വന്നു. ഇതാ ഒരു പുലി വരുന്നുണ്ട്. ഇതാണ് ഒരു പുലി.